ഹായ് വ്യൂവേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ അടുത്തൊരു ഫോർട്ട് കാണാൻ പോവുക, മെഹ്റാൻഗഡ് ഫോർട്ട്. അപ്പം ഇന്ന് ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ പോയിട്ട് വരാം. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളും ഫോർട്ടിൻ്റെ വിശേഷങ്ങളും ഒക്കെ കാണാം. അപ്പം നമ്മളിവിടെ രാജസ്ഥാനിൽ വന്നിട്ട് സ്ഥലങ്ങളൊന്നും കാണാനെങ്ങും പോയിട്ടില്ലായിരുന്നു അപ്പം ഇപ്പോൾ ഒരു സൺഡേ കിട്ടിയപ്പോൾ എന്നാൽ പോകാമെന്ന് വിചാരിച്ച് അങ്കിത്തിനും അബിക്കൊക്കെ എക്സാമെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ സൺഡേ രാവിലെ ഒരു 10-11 മണി ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് രാജസ്ഥാനിലെ ജോധ്പൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ വലിയൊരു കോട്ടകളിലൊന്നായ മെഹ്റാൻഗഡ് ഫോർട്ട് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ പുറത്ത് ഒരു പാറക്കെട്ടിൻ്റെയൊക്കെ മണ്ടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 410 അടി ഉയരമുള്ള ഒരു മലയിലാണ് ചുവന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയെ നമ്മൾ സൂര്യകൊട്ടാരം എന്ന് വിളിക്കും. കാരണം മെഹർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ മെഹർ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പം മെഹ്റാൻഗഡ് എന്ന് പറയുന്നത് സൂര്യൻ്റെ കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇതൊരു കുന്നിൻ്റെ പുറത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ പണ്ട് കാലത്താണെങ്കിൽ ഒരു ബേർഡ്സിനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചിടിയാവാലെ ബാബ എന്ന് പറയുന്ന ഒരാളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അപ്പം അദ്ദേഹത്തെ അവിടുന്ന് നിർബന്ധിച്ച് മാറ്റിയിട്ടാണ് ഈ കോട്ട അവിടെ പണി കഴിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ശാപവാക്കുകളൊക്കെ ചൊരിഞ്ഞിരുന്നു. എന്താണ്, ഇവിടെ ഈ മലയിലും അതിന് ചുറ്റുമുള്ള സ്ഥലത്തെല്ലാം വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ അങ്ങനെ ശാപമൊക്കെ പറഞ്ഞിരുന്നു, ശാപവാക്കുകളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാനായിട്ട് പിന്നെ ഒരാൾ ജീവത്യാഗം ചെയ്തു, പിന്നെ അവരുടെ രാജവംശത്തിലുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ കഥകളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ ഫാമിലിയെ ഇപ്പോഴും ആ രാജവംശം അവർ തന്നെയാണ് സംരക്ഷിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മെഹ്റാൻഗഡിലെ ഫോർട്ടിനടുത്തോട്ടുള്ള വഴിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു വഴി കൂടാണ് മുകളിലോട്ട് പോകുന്നത്. നമ്മൾ കുന്നിൻ്റെ മുകളിലാണല്ലോ. അപ്പം ഇതെന്ന് പറയുന്നത് ഈ രാജാക്കന്മാർ രാത്തോർ രാജവംശത്തിൽപ്പെട്ട റാവു ജോധ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു ഇത് പണി കഴിപ്പിച്ചത്. 1459 പണി കഴിപ്പിച്ചത്. അപ്പോൾ ഈ മാർവാറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മണ്ടോറിലായിരുന്നു. അപ്പം മണ്ടോർ അത്ര സെക്യൂർ അല്ലാത്ത സ്ഥലമായതുകൊണ്ട് അവരുടെ ക്യാപിറ്റൽ നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റണമെന്ന് വിചാരിച്ചിട്ടാണ് ജോധ്പൂരിൽ ക്യാപിറ്റലാക്കാൻ വേണ്ടിയാണ് ഇവിടെ മെഹ്റാൻഗഡ് ഫോർട്ട് പണി തുടങ്ങിയത്. അപ്പോൾ അത് 500 വർഷം കൊണ്ടാണ് പണി തീർത്തത്. പല രാജാക്കന്മാരും മാറി മാറി വന്നിട്ടാണ് പണി തീർത്തത്. ഇതുപോലെ കാണുന്നതാണ് മെഹ്റാൻഗഡ് ഫോർട്ട്. ഇതിന് പ്രധാനമായിട്ടും 7 ഗേറ്റുകളുണ്ട്. ഓരോ 7 ഗേറ്റിൻ്റെയും പേരൊന്നും അറിയത്തില്ല പറയാൻ. അപ്പോൾ അതായത് മെയിനായിട്ട് പറയുന്നത് ജയ്പോൾ അല്ലെങ്കിൽ വിക്ടറി ഗേറ്റ് എന്നാണ്. അത് മഹാരാജ മാൻസിംഗ് ആണ് നിർമ്മിച്ചത്. അപ്പോൾ നമുക്ക് ഈ കോട്ടയിലോട്ട് പോകുന്ന വഴി നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കുന്നിൻ്റെ പുറത്തല്ലേ, അപ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? താഴെ നിറച്ച് സിറ്റി കാണാൻ പറ്റും. സിറ്റി എന്നാൽ ചില വീടുകളൊക്കെ കാണാൻ പറ്റും. അപ്പം വീടുകൾക്കെല്ലാം കൂടുതൽ ബ്ലൂ കളറായതുകൊണ്ട് നമ്മളിനെ ജോധ്പൂരിനെ ബ്ലൂ സിറ്റി എന്നും പറയുന്നുണ്ട്. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടുണ്ട്, അത് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഇത് ഇവിടെ മൊത്തം പാറയായിരുന്നു. ആ പാറ വെട്ടിയിട്ടാണ് ഇത്രയും വഴിയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് വച്ചിരിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ഹോളിഡേയ്സൊക്കെ ആണെങ്കിൽ കുറച്ച് തിരക്ക് കൂടുതലുമായിരിക്കും. അങ്ങനെ നമ്മൾ മെഹ്റാൻഗഡിലോട്ട് പോവുകയാണ്. ജോധ്പൂർ എന്ന് പറയുമ്പോഴേ ആദ്യം ഈ മെഹ്റാൻഗഡ് ഫോർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ജോധ്പൂരിൽ കാണാൻ വരുന്നതിനകത്ത്. അപ്പം നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള സിറ്റി എല്ലാം കാണാൻ പറ്റും. നല്ല ബ്ലൂ കളറിൽ, കൂടുതലും പെയിൻറ്റ് ബ്ലൂ കളറിലാണ്. അതുകൊണ്ട് നമ്മൾ ജോധ്പൂർ ബ്ലൂ സിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ മെഹ്റാൻഗഡ് ഫോർട്ട് കണ്ടു തുടങ്ങി. നമ്മളിവിടെ വരുമ്പം മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ മെഹ്റാൻഗഡ് ഫോർട്ട്. ജോധ്പൂരിൽ വരുവാണെങ്കിൽ നമുക്ക് ഇത് മൊത്തം കണ്ട് ഇറങ്ങണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂറെങ്കിലും മിനിമം വേണം.
അപ്പം നല്ലൊരു സ്മാരകമായിട്ടാണിത്. രാജസ്ഥാൻ്റെ നല്ല പ്രൗഢിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മാരകമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സൺഡേയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഫോറിനേഴ്സൊക്കെ കുറേ ഉണ്ട്. അതിന് ഞങ്ങളിവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യുന്നു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഭയങ്കര ചൂടുമായി. 11 മണിയായി. നല്ല വെയിലും ചൂടും ഉണ്ട്. എന്നാലും പോയി കാണാം. അങ്ങനെ നമ്മൾ വെയിലും കൊണ്ടുകൊണ്ട് മേറാൻഗഡ് കാണാനകത്തോട്ട് പോവുകയാണ്. അകത്ത് കയറുന്നതിന് മുമ്പ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നത്. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ടിക്കറ്റിന് എടുക്കാനുള്ളടുത്ത് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് 1, 2, 3 കൗണ്ടറുകളിൽ ടിക്കറ്റ് എടുക്കാൻ. നമുക്ക് ഒരാൾക്ക് 200, കുട്ടികൾക്ക് 100 രൂപ. കുട്ടികൾക്ക് 100 രൂപ ടിക്കറ്റാണ് എടുത്തത്. പിള്ളേർക്ക് നമുക്ക് 2 പേർക്കും 200 രൂപ വെച്ച് ടിക്കറ്റുമായി. നമുക്ക് ഈ പാലസിനകത്തും മ്യൂസിയത്തിലൊക്കെ കയറുന്നതിന് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. അതിനകത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട. സൈഡിൽ കൂടെ പോയിട്ട് അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരാം. അങ്ങ് മോളിൽ വരെ കയറണം. ആൾക്കാർ ഒത്തിരി ഉള്ളപ്പോൾ നമുക്ക് ഇതുവഴിയായിരിക്കും ക്യൂവിൽ വിടുന്നത്. കുറവായതുകൊണ്ട് നമുക്ക് ഇതുവഴിക്ക് കയറിപ്പോ. പിന്നെ നമുക്ക് ഈ മേറാൻഗഡ് ഫോർട്ടിനകത്ത് പ്രധാനമായിട്ടും മ്യൂസിയങ്ങളുണ്ട്, പാലസുകളുണ്ട്. പിന്നെ അവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന ഗേറ്റ്. ഇതായിരിക്കും ജയ്പോൾ എന്ന് പറയുന്നത്, വിജയ കവാടം എന്ന് പറയുന്നത്. അവിടെ പേരൊന്നും എഴുതി വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വീഡിയോയ്ക്കകത്ത്. ഇത് മെയിനായിട്ടുള്ള ഗേറ്റ്, ഇതാണ് ആദ്യത്തെ ഗേറ്റ്. അങ്ങനെ നമുക്ക് അങ്ങോട്ട് മുകളിലോട്ട് 7 ഗേറ്റ് വരെ ഉണ്ട് അകത്തോട്ട് കയറാൻ. പിന്നെ നമുക്ക് ലിഫ്റ്റ് വഴിയും പോകാം. അവിടെ ലിഫ്റ്റിന് സൗകര്യമുണ്ട്. ലിഫ്റ്റിനകത്തൂടെ നമുക്ക് മുകളിൽ കയറിയിട്ട് തിരിച്ച് താഴെ ഇറങ്ങി വരാം. അതിന് എക്സ്ട്രാ പൈസ എടുക്കണം. പിന്നെ ഇത് മേറാൻഗഡ് ഫോർട്ടിൻ്റെ ഫുൾ മോഡലാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മുകളിലോട്ട് നോക്കുമ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ടാണ് അതിൻ്റെ താഴെ നിന്നിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത്. ഇത് നമുക്ക് അതൊരു ടൂത്ത് ബ്രഷ് ട്രീ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഖരാജൽ എന്ന് വെച്ചിട്ട് അതെല്ലാം അത് പണ്ട് മുതലേ ഉള്ള മരങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ടോ, അത് മൊത്തം പാറയാണ്. പാറയുടെ പുറത്താണ് ഈ ഫോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് 1459 വർഷത്തിലൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. റെഡ് സ്റ്റോണിൽ വെച്ചിട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ അന്നത്തെ കാലത്തെ വർക്കുകളെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇതിപ്പോൾ 2ാമത്തെ ഗേറ്റ് ആയിരിക്കും അകത്തോട്ട് കയറുന്നത്. ഞാൻ നോക്കിയിട്ട് അവിടെ ഒന്നും പേരുകളൊന്നും എഴുതി വെച്ചിട്ട് കണ്ടിട്ടില്ല ഞാൻ. ആ ഗേറ്റും കടന്ന് മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നല്ലൊരു ഏറ്റമുണ്ട് കയറാൻ. കുറച്ച് കയ്യിൽ നമ്മൾ വെള്ളമൊക്കെ കരുതിക്കൊണ്ട് വേണം കയറാൻ. പിന്നെ നല്ല ചൂടായതുകൊണ്ട് തലയിലും തൊപ്പിയൊക്കെ വെച്ചിട്ട് വേണം കയറാൻ. നമുക്ക് മൊത്തം പാറയാണ്. ആ പാറയുടെ മണ്ടയ്ക്കാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ളത്. നമ്മളിവിടെ 2ാമത്തെ തവണയാണ് പോകുന്നത്. അപ്പം ഇതായിരിക്കും 3ാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത്. 3ാമത്തെ ഗേറ്റിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അവിടെ ഒരു ഗണപതിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 7 ഗേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ വന്ന സമയം 11:30 ആയിക്കാണ് അകത്ത് കയറിയപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ആൾക്കാർ പോയിട്ട് തിരിച്ചൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ സമയം കാണിക്കുന്നത് നമുക്കകത്ത് കയറാനും ഇറങ്ങാനൊക്കെ. പിന്നെ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ പിന്നെ അവിടെ ട്രഡീഷണലായിട്ട് പാട്ടുകളൊക്കെ പാടുന്ന ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പൈസയൊക്കെ കൊടുക്കുക അവർക്ക്. അവർ നമുക്ക് പാട്ടൊക്കെ പാടിത്തരും. അങ്ങനെ നമുക്ക് മലയാളം പാട്ട് പാടി തന്നവർ 2 പേര്.
അപ്പം ഇതാണ് റാവു ജോദാജീസ് ഫൽസ 1459 AD എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മലയാളം പാട്ട് പാടിത്തന്ന ആൾക്കാർ. ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിവരാസനോ സ്വാമിക്ക് സമർപ്പണം ഹരിപതീശ്വരം സ്വാഗതം. അങ്ങനെ മേറാൻകടി വന്നിട്ട് മലയാളത്തിൽ പാട്ട് പാടി നമ്മളെ സ്വാഗതം ചെയ്ത് ഇപ്പം നമ്മൾ മൂന്നാമത്തെ ഗേറ്റിലായിരിക്കും. മൂന്നാമത്തെ ഗേറ്റിലായിരിക്കും. ഇവിടെ കൈ വെച്ചിരിക്കുന്നുണ്ടല്ലോ, കൈയുടെ അടയാളം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗൂഗിളിൽ കണ്ടത്. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് സതി നടത്തിയിരുന്ന സമയത്ത് സതി അനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളുടെ കൈപ്പത്തിയാണ് അവിടെ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ഗേറ്റും കഴിഞ്ഞ് മുഖത്തോട്ട് പോയി. ഇതിനകത്താണ് നമുക്ക് മ്യൂസിയങ്ങളും പാലസുകളൊക്കെ ഉള്ളത്. അകത്തോട്ട് കയറിപ്പോയാൽ മതി. പിന്നെ ഇവിടുന്ന് നമ്മൾ മുകളിലോട്ട് പോകുന്നതെന്ന് പറയുന്നത് അവിടെ ഒരു ചാമുണ്ഡി ദേവി മന്ദിരമുണ്ട്. അവിടെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറിപ്പോകുന്നത്. പക്ഷേ ഇവിടെ ആണെങ്കിൽ നേരത്തെ ഇങ്ങനെ വെച്ചിട്ടില്ലായിരുന്നു. നമ്മൾ നേരത്തെ വന്നപ്പോൾ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ 2 ലൈനായിട്ടാണ്. ലേഡീസിനെ മാത്രം മുകളിൽ കൂടെ വിടും, പിന്നെ ജെൻസിനെ താഴെ കൂടാണ് വിടുന്നത്. അപ്പോൾ ആദ്യം അങ്കിത്തും അബിയും കൂടെ അങ്ങ് താഴെ ഹസ്ബൻഡിൻ്റെ കൂടെ അങ്ങ് പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു മുകളിലോട്ട് വരാൻ. ഞാൻ വിചാരിച്ച് അവിടെ പോയിട്ട് നമുക്ക് തിരിച്ച് താഴെ ഇറങ്ങാൻ വഴി കാണുമെന്ന്. പക്ഷേ വഴിയില്ലായിരുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഇതുപോലെ വരണമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തോക്കുകളും സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് നോക്കിയാലും താഴോട്ട് നോക്കിയാലും നമുക്ക് ജോധ്പൂർ സിറ്റി മുഴുവനും നല്ലതായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഭയങ്കര വെയിലുമായിരുന്നു, ചൂടുമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 12 മണിയൊക്കെ നട്ടുച്ച സമയമായിരുന്നു. കൊട്ട വെയിലത്ത് നടക്കുമായിരുന്നു. കുടയൊന്നും എടുത്തില്ലായിരുന്നു, തൊപ്പി മാത്രമേ ഉള്ളായിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ നടന്ന് പിന്നെ ഫോൺ വിളിച്ചപ്പോൾ അവർ താഴെ കൂടെ നടന്നു പോകും. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ വന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡും താഴെ പിള്ളേരും എല്ലാം താഴെ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി ഇതുവഴി താഴെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ നവരാത്രിയുടെ സമയമായിരുന്നു അന്നേരം. അതുകൊണ്ട് മന്ദിറിൽ പോകാനും നല്ല ആൾക്കാരുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. അവിടെ പിന്നെ നമുക്ക് ആദ്യം ചെല്ലുന്നിടത്തൊരു ഫോട്ടോയൊക്കെ വെച്ച് 2 പേര് ഇരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ കുടിവെള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തേങ്ങ ഉടയ്ക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിനിടയ്ക്കൂടെ അങ്കിത്തിനെ അബിയും കൂടെ അകത്തോട്ട് കയറ്റി വിടിയിച്ച് അവിടെ ഒരു പുറത്തോട്ടിറങ്ങുന്ന വഴിയുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്നപ്പം പിന്നെ അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് അങ്കിത്തിനെ അബിയും കൂടെ അകത്ത് കയറ്റി വിട്ട്. എന്നിട്ട് ഇതൊക്കെ നമ്മൾ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന തോക്കുകളാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് ആ വെള്ള ഗോപുരം കാണുന്നില്ലേ മന്ദിരം, അവിടം വരെ പോകണമായിരുന്നു. അവിടം വരെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് താമസിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയില്ല. പിന്നെ ഇവിടുന്ന് തന്നെ തിരിച്ച് അങ്ങ് പോയത്. പിന്നെ തിരിച്ചിറങ്ങിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും കയറേണ്ടുന്നത് പാലസ് കാണാനും മ്യൂസിയം കാണാനും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വഴിക്ക് വേണം വരാൻ. അങ്ങനെ നമ്മളിനി ഓരോ മ്യൂസിയങ്ങളും പാലസുകളും ഒക്കെ കാണാൻ പോവുകയാണ് മുന്നോട്ട്. ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളാണ്. ഇതൊക്കെ നമ്മൾ ആനയുടെ മുകളിൽ വെച്ച് കൊണ്ടുപോകുന്ന പല്ലക്കുകളാണ്. രാജാവിനും റാണിക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളത് ആണ്. അപ്പം ഇതൊക്കെ രാജാവിൻ്റെയാണ്, ആനയുടെ പുറത്ത് വെച്ച് കൊണ്ടുപോകുന്നത്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കവർ ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുന്നത് റാണിമാർക്കുള്ളതാണ്, സ്ത്രീകളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു.
പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത് കാണാൻ ഇറങ്ങിയത് പല്ലക്കുകളാണ്. പല്ലക്ക് ഹൊയ് 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 എന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ത്രീകളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളാണ്, തുണി കൊണ്ട് മറച്ചിട്ടുള്ളതൊക്കെ. അന്നത്തെ കാലത്തൊക്കെ സ്ത്രീകളുടെ മുഖം മറ്റുള്ളവരെ കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയമല്ലേ, അപ്പം അതനുസരിച്ചുള്ള പല്ലക്കുകളായിരുന്നു സ്ത്രീകൾക്ക്. ഇതൊക്കെ ആൾക്കാർ ചുമന്നുകൊണ്ട് പോകുന്നതായിരുന്നു. ഇത് മറ്റേ മറ്റേ സാധനം എന്തുവായിരുന്നോ എന്തോ, അത് ഹുക്കയില്ലേ, ഹുക്ക. ഇത് പിന്നെ ഇതാന്ന് തോന്നുന്നു ഇവിടുത്തെ രാജാവ് റാവു ജോധാജി എന്ന് പറയുന്ന രാജാവ്. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് ടർബനൊക്കെ കെട്ടി തലയിൽ അതൊക്കെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന് മുകളിലെല്ലാം ഇനിയും കയറി കാണാനുണ്ട്, കുറേ ഉണ്ട് കാണാൻ. പിന്നെ ഇതും സ്വർണം പൂശിയ ഒരു പല്ലക്കായിരുന്നു. ഇങ്ങനെ അന്നത്തെ കാലത്ത് രാജകൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം മ്യൂസിയത്തിൽ ഇപ്പോൾ ശരിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കുറേ വാളുകൾ, അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് വാളും പരിചയും, യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, കത്താറ്, ഹെൽമെറ്റ്, അങ്കുശ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ അവിടുത്തെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. ഇനി ഇത്രയും നമുക്ക് സ്റ്റെപ്സ് മുകളിൽ കയറിപ്പോകണം. ആ മുകളിലോട്ട് കയറുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാലസസ് നമുക്ക് കാണാനും ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുകളാണ്. അങ്ങനെ മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇത് മാറ്റൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മാറ്റുകളും സ്ക്രീനുകളും അതൊക്കെയാണ്. ചിക്സ്, റീഡ്, സ്ക്രീൻസ്, അങ്ങനത്തെയൊക്കെ മാറ്റുകളൊക്കെ. ഇതൊക്കെയായിരുന്നു രാജാക്കന്മാരുടെ ഡ്രസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നതാണ്. ശീഷ് മഹൽ എന്ന് പറയും, പാലസ് ഓഫ് മിറേഴ്സ്. അപ്പോൾ ഇത് മൊത്തം എന്താണ്, മിറർ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ, റിഫ്ലക്ഷനൊക്കെ വരുമ്പോൾ. പിന്നെ ഇതിനകത്ത് കൂടുതലും ഭഗവാന്മാരുടെ ഗോഡസിൻ്റെയും ഗോഡിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നീട് പൂജാ റൂമൊക്കെ ആക്കി യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നല്ല രസമാണ്. മിറർ ആയതുകൊണ്ട് എപ്പോഴും നല്ല ബ്രൈറ്റായിട്ട്, നല്ല ലൈറ്റിൽ ബ്രൈറ്റ്നെസ് ആയിട്ടൊക്കെ ഇരിക്കും. നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല തിളക്കമായിട്ടിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഫൂൽ മഹൽ. ഫൂൽ മഹൽ എന്ന് പറയുന്നത് പാലസ് ഓഫ് ഫ്ലവർ. അപ്പം ഇതും രാജാവിൻ്റെ എന്തായിരുന്നു സദസ്സൊക്കെ നടത്തുന്ന, ദർബാറൊക്കെ നടത്തുന്ന സ്ഥലങ്ങൾ.
ഇതും നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. കാർപ്പറ്റുകളൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് തന്നെയായിരിക്കും. ഇവിടെയായിരുന്നു രാജാവ് ഇരിക്കും, ബാക്കിയുള്ളവരൊക്കെ ചുറ്റിനും ഇരുന്നിട്ട് ദർബാറൊക്കെ കൂടുന്നത്. ഇതൊക്കെ അവരുടെ ഫ്ലാഗൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. മുകളിലൊക്കെ നല്ല പെയിൻറ്റിങ്സാണ്, നല്ല വർക്കുകളാണ് അന്നത്തെ കാലത്ത് ചെയ്തത് തന്നെ ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇരുട്ടായിട്ട് തോന്നും, പക്ഷേ അകത്തോട്ട് നമുക്ക് ക്യാമറയ്ക്കകത്ത് നല്ല ക്ലാരിറ്റിയിൽ വെട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടുന്ന് നല്ല കളർഫുൾ ലൈറ്റൊക്കെയാണ് അകത്തോട്ട് വരുന്നത്. ഫൂൽ മഹൽ ഇതും നല്ല അടിപൊളിയാണ് കാണാൻ. പിന്നെ അവിടുന്ന് നമുക്ക് ബാൽക്കണി ഉണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ. അവിടുന്ന് നമുക്ക് പുറത്തോട്ട് നോക്കിയാലും ജോധ്പൂർ മൊത്തം കാണാൻ പറ്റും, സിറ്റി മൊത്തം കാണാൻ പറ്റും. നമുക്ക് ഉമീദ് ഭവൻ പാലസാണ്, അതുകൊണ്ടൊന്ന് സൂം ചെയ്ത് എനിക്ക്. ഉമീദ് ഭവൻ അതുകൊണ്ട് ആ മുകുടമായിട്ട് നിൽക്കുന്നത്. താഴോട്ട് നോക്കിയാൽ മൊത്തം ബ്ലൂ സിറ്റി കാണാൻ പറ്റും. ജോധ്പൂർ മൊത്തം സിറ്റി നമുക്ക് ഈ മെഹ്റാൻഗഡിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇത്രേ ഉള്ളൂ, ഇതിന് മുകളിലില്ലെന്ന് തോന്നില്ല. ഇനി നമുക്ക് ആർമറിയാണ് കാണാനുള്ളത്. അപ്പം നമുക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് കുന്തവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, പിന്നെ കുറേ വാളും പരിചയും തോക്കുകളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. തോക്കുകൾ, കഠാരകൾ, വാളുകൾ, വാളും പരിചയം. ഇത് പടച്ചട്ടകൾ, യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ്, നെഞ്ചത്ത് വെക്കുന്നത്, കയ്യിൽ വെക്കുന്നത്, ഇതെല്ലാം വാളുകൾ. തുൽവാർ, സോസൻ, പഠ, കണ്ഠ, പാട്സോ, ഇതും വാളും പരിചയം. ഇനി ഇപ്പം നമ്മൾ കാണുന്നത് ഒരു രാജാവിൻ്റെ ബെഡ്റൂമാണ്. അവർ ഉറങ്ങുന്ന സ്ഥലം, അതൊരു ബെഡ്, അതിന് മുകളിലായിട്ട് ഇട്ടേക്കുന്ന ഫാനാണെന്നാണ് പറഞ്ഞത്. അത് പിന്നെ മുകളിൽ മേൽക്കൂരയൊക്കെ നല്ല തടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ തറയിൽ ചെയ്തിരിക്കുന്നത് പെയിൻറ്റിങ്സ് ആണ്, മാറ്റ് ഇട്ടേക്കുന്നതല്ല. പെയിൻറ്റിങ്സായിട്ട് തന്നെ ഡിസൈൻസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ രാജാക്കന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇത് തക്ത് രാജാവ് എന്നാണ്, തക്തവിലാസ് എന്നാണ് പറയുന്നത് ഈ ബെഡ്റൂം. അപ്പം ആ രാജാവിൻ്റെ റൂമായിരുന്നു ഇത്. അപ്പം അതിനും ഈ പെയിൻറ്റിങ്സിനകത്തൊക്കെ ഗോഡസിൻ്റെയും ഗോഡിൻ്റെയൊക്കെയാണ് പടങ്ങളൊക്കെ വരച്ചു വച്ചിരിക്കുന്നത്. പിന്നെ വിശ്രമവേളകൾ ആനന്ദമാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവർക്കിരുന്ന് കളിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അന്നത്തെ കാലത്ത് ഇതായിരുന്നു. ഇപ്പോഴും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും കാർപ്പറ്റ് ആയിരിക്കുമെന്ന്, പക്ഷേ അല്ല, തറയിൽ നല്ല പെയിൻറ്റിങ്സാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മേൽക്കൂരകളും അതുപോലെ തന്നെ എല്ലാം നല്ല സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഈ റൂമിനിട്ടേക്കുന്ന പേരാണ് തക്തവിലാസ്. ആ രാജാവിൻ്റെ മുറിയായിരുന്നു. ഇപ്പം നമ്മൾ ആ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇനി ഒന്നും കൂടെ കയറാനുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിയാലും നമുക്ക് എന്താ ചെയ്യുക, മൊത്തം കാണാൻ. നമ്മൾ പാർക്കിങ് അവിടെ നിന്നാണ് കയറി വരുന്നത്. പാർക്കിങ്ങിൻ്റെ വണ്ടി ഇട്ടേക്കുന്നതല്ല, നമ്മുടെ വണ്ടി അതിനിടയ്ക്ക് കിടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കയറി വന്ന് അതിനകത്ത് കയറി വന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇത്രയും കറങ്ങി നമ്മൾ മേള് വരെ എത്തി. റാവു ജോദാസ് സൽസ അതുവഴിയാണ് കയറി വന്നത്.
പറയുന്നത് ജാങ്കി മഹൽ എന്ന് പറയും. അപ്പം ഇത് ആദ്യം കണ്ടപ്പോൾ എന്തോന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് നോക്കിയപ്പോൾ മനസ്സിലായത് അവിടെ ആണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന മഹലായിരുന്നു ഇത്. അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് ഈ സൈഡിലത്തെ ജനലെല്ലാം നല്ല പെർഫറേറ്റഡ് ആണ്, സുഷിരങ്ങളുള്ള ജനലുകളാണ്. അപ്പം സ്ത്രീകൾക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, അവരെ ആർക്കും കാണാനും പറ്റത്തില്ല. ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ സ്ത്രീകളുടെ കൂടെ കുട്ടികളും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനത്തെ നമ്മൾ തൊട്ടിലുകൾ എന്ന് പറയത്തില്ലേ, കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ അവിടെ കുറേ വെച്ചിട്ടുണ്ട്. കുറേ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും അവിടുത്തെ ജനലുകളൊക്കെ അങ്ങനെ സുഷിരങ്ങളുള്ളതാണ്. ഇതും തുറക്കാൻ പറ്റും. ഇത് തുറന്ന് നമുക്ക് മുഖമൊക്കെ നല്ലോണം കാണാൻ പറ്റുമല്ലോ. ഇത് അങ്ങനത്തെ അല്ലാതെ സുഷിരങ്ങളായിട്ടുള്ളത്, ഹോൾസ് ആയിട്ടുള്ളത് നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ പുറത്തെ വിശേഷങ്ങൾ, അവർക്ക് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മഹൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിന് പറയുന്ന പേര് ജാങ്കി മഹൽ. പിന്നെ പലതരത്തിലുള്ള ഡിസൈനിലുള്ള തൊട്ടിലുകളൊക്കെ കാണാൻ പറ്റും. റാണ ബംകാ റാഠോഡ്. നല്ല കലാവിരുന്നോടെ ചെയ്ത് വെച്ചേക്കുന്നത് തൊപ്പ്, ഇവരുടെ എന്തോ ഫ്ലാഗ് ആണ് അത്. കുഞ്ഞു കുഞ്ഞു ജനലുകൾ, നമുക്ക് ഇവിടുന്ന് പുറത്തോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി ഇങ്ങനെ നോക്കി അവർക്ക് അറിയാൻ പറ്റും. ഇതിനകത്തൂടെ കുഞ്ഞു കുഞ്ഞു ജനലിനകത്തൂടെ നോക്കുമ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഇതിനകത്തൂടെ പുറത്ത് എന്താണ് നടക്കുന്നതെന്നൊക്കെ. അതും കഴിഞ്ഞിട്ട് നമുക്ക് പോകുമ്പോൾ സനാനി ദിയോഡി, അതെന്തുവാന്ന് അറിയത്തില്ല. അപ്പം ഇതും മറ്റേ 7 ഗേറ്റിനകത്ത് വരുന്ന ഗേറ്റുകളായിരിക്കും ഇതുമൊക്കെ. അപ്പം പിന്നെ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുള്ളത് കൊണ്ട് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ നാലുകെട്ടൊക്കെ പോലെ നമുക്ക് മുകളിലോട്ട് നോക്കിയാലും എല്ലാമൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇതൊരു അതിലും ഫ്രണ്ടിൽ കാണുന്ന ഒരു കഫേയാണ്. ഇപ്പം അവിടെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടം കൊണ്ട് ഫോർട്ട് ടൂറ്. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് ഷോപ്പുകളാണ്. ഇത്രയും സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതെല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള സംഭവങ്ങളാണ്. ഇതൊന്നും ഞാൻ വില പോലും ചോദിച്ചില്ല. ഭയങ്കര റേറ്റ് ആയിരിക്കും അതിനകത്തൊക്കെ. ഈ ടൂറിസ്റ്റൊക്കെ വരുന്ന കാരണം ഒരുപാട് റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഓടി നടന്ന് വീഡിയോ എടുത്തങ്ങ് പോയതേ ഉള്ളൂ. പക്ഷേ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നല്ല റേറ്റും ആയിരിക്കും. ഞാൻ ഏകദേശ വില പോലും ഞാൻ ചോദിച്ചില്ല ഒന്നും. ഇതെല്ലാം ഇവിടുത്തെ ആൾക്കാർ ചെയ്ത് വെക്കുന്നതായതുകൊണ്ട് നല്ല റേറ്റും കാണും. പിന്നെ ഇതൊക്കെ രാഖി ചൂടിയ എന്ന് പറയുന്ന അതിൻ്റെ വളകളാണെന്ന് തോന്നുന്നു. ഗ്ലാസിൻ്റെ അല്ലാത്ത വളകളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എത്രയൊക്കെ നമ്മൾ വീഡിയോ എടുത്തോണ്ടങ്ങ് പോയി. അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ ഷോപ്പുകളൊക്കെ. അതൊക്കെ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ഗേറ്റിലെത്തും. ഇതായിരിക്കും നമ്മൾ പിന്നെ ലാസ്റ്റിൽ പുറത്തോട്ട് ഇറങ്ങുന്ന ഗേറ്റായിരിക്കും, 7ാമത്തെ ഗേറ്റ്. എനിക്കറിയത്തില്ല, അവിടെ അങ്ങ് പേരെഴുതി വെച്ചേക്കാന്നായിട്ട് അറിയത്തില്ല. പിന്നെ നമ്മൾ ഇവിടെ അപ്പുറത്തൂടെ എന്ന് കയറുന്നത്, ഇത് വേറെ സൈഡിൽ കൂടെയാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് ഇനി നമുക്ക് താഴോട്ട് മെയിൻ ഗേറ്റിനടുത്തോട്ട് പോകാൻ പറ്റും. അപ്പം നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 1 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. 1 മണി 1:30 ആയി കാണുമായിരിക്കും. അത്രയും സമയം എടുത്ത്. ഇതൊക്കെ രാജസ്ഥാനിലെ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ഈ ഇട്ടേക്കുന്നതൊക്കെ. അങ്ങനെ നമ്മൾ വെയിലും ചൂടും ഒക്കെ കൊണ്ടിട്ട് മെഹ്റാൻഗഡ് ഫോർട്ട് ടൂർ പൂർത്തിയാക്കി തിരിച്ചിറങ്ങി വരുവാണ്.
ഈ ഫോർട്ട് മൊത്തം ഈ വലിയ പാറയുടെ മണ്ടയ്ക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് അങ്ങോട്ട് പോകുന്നത് മന്ദിറിൽ പോകുന്നതാ. അങ്ങോട്ട് നവരാത്രി ആയതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ഒരുപാടുണ്ട് മന്ദിറിൽ പോകാൻ. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ നമുക്ക് വഴി കുറച്ച് തെറ്റിപ്പോയി. ഈ താഴോട്ട് നേരെ ഇറങ്ങി പോകുന്നതിന് പകരം കുറച്ച് റൈറ്റ് തിരിഞ്ഞായിരുന്നു പോകേണ്ടുന്നത്. ഇത് കുത്തിനെയുള്ള ഇറക്കമായതുകൊണ്ട് തിരിഞ്ഞായിരുന്നു അബി എല്ലാവരുമൊക്കെ ഇറങ്ങിപ്പോയത്. അങ്ങനെ പിന്നെ കുറേ താഴെ ഇറങ്ങിപ്പോയിട്ട് വീണ്ടും തിരിച്ച് നടന്ന് കയറി വന്നു. ഒരുപാട് ക്ഷീണിച്ചു പോയായിരുന്നു. പിന്നെ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഫോർട്ടിൻ്റെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടുന്ന് റൈറ്റിലായിരുന്നു നമുക്ക് പോകേണ്ടുന്നത്. അങ്ങോട്ട് പോകണമായിരുന്നു. നമ്മൾ നേരെ താഴോട്ടായിരുന്നു. അപ്പം നമ്മുടെ മെഹ്റാൻഗഡിൻ്റെ വീഡിയോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷനൊക്കെ നോക്കിയത് ഗൂഗിളിലൊക്കെ നോക്കിയാണ് പറഞ്ഞതൊക്കെ. പിന്നെ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ വീഡിയോ. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ജസന്ത്വാഡയിലോട്ട് പോകുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ തിരിച്ചിറങ്ങി. ഇതാണ് മെയിൻ ഗേറ്റ്. തിരിച്ചിറങ്ങി ഇനി താഴോട്ട് പാർക്കിങ്ങിലോട്ട് പോവാം. നമ്മളിപ്പോൾ മെഹ്റാൻഗഡിയിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ജസന്ത്വാഡയ്ക്ക് പോവാണ്. അവിടെ അടുത്താന്ന് തോന്നുന്നു. നോക്കാം.